ഈ ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടി ഒരുമിച്ചിരുന്ന് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥിതി ആലോചിച്ച് നോക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഖ് ഹസീന വിഷയത്തിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ബ്രീഫ് കിട്ടി മനസ്സിലാക്കാൻ സമയമെടുത്തു. അതായത് ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള ആൻറ്റി ഇന്ത്യ, അതേപോലെ ആൻറ്റി ഹിന്ദു പ്രശ്നമുണ്ടായപ്പോൾ എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യണ്ടേ, അവിടെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പരാജയപ്പെട്ടു. അതാണ് പറയുന്നത്, അമേരിക്ക എന്ന് പറഞ്ഞാൽ അവരുടെ ജിയോ പൊളിറ്റിക്സ് കണ്ടുപിടിക്കണം. അവരാദ്യം പിന്തുണച്ചു, മനസ്സിലായി അവിടെ ആൾക്കാർ അവർക്കെതിരാണ്, പെട്ടെന്ന് പ്ലേറ്റ് അങ്ങ് മാറ്റി. ഈ ഭരിക്കുന്ന ഗവൺമെൻറ് വരാനുള്ള ഈ പറയുന്ന ടാരിഖ് അഹമ്മദിനെ അവിടുന്ന് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്ന് അവരുടെ ആളാക്കി വെച്ച് ഇലക്ഷൻ അവിടെ വരാൻ 2-3 ദിവസം ഇലക്ഷൻ നടക്കാൻ പോവുക. ഇതാണ് ഗെയിം. ഇവിടെ അൾട്ടിമേറ്റ്ലി ആർക്കാണ് നഷ്ടപ്പെട്ടത്? ഇന്ത്യക്ക്. ഇതാണ് ഞാൻ പറയുന്നത്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പല പോളിസികളും പാളിപ്പാളി പോവുകയാണ്. ഈ ബംഗ്ലാദേശിൻ്റെ ഇഷ്യൂ ഇന്ത്യക്ക് സെറ്റിൽ ചെയ്യാമായിരുന്നു. ഇതാണ് അമേരിക്ക ഇന്ത്യക്ക് കൊടുത്തിരിക്കുന്ന റോള്. നേരത്തെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇതേപോലെ റോള് ഇന്ത്യയെ ഏൽപ്പിക്കാൻ അവർ തയ്യാറായിരുന്നു. മിഡിൽ ഈസ്റ്റിൽ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും അമേരിക്കയുടെ നാറ്റോ പോലെ പലയിടത്തും അവർക്ക് സെക്യൂരിറ്റി ആയിട്ട് ഇന്ത്യൻ പട്ടാളത്തെ അയക്കാൻ അവിടെ അതിലോട്ട് ആദ്യം. പക്ഷേ ഉണ്ടായത് നേരെ തിരിഞ്ഞായി. കാരണം ട്രംപും മോദിയുമായിട്ടുള്ള അടി, അതിൻ്റെ പേരിൽ എന്തോ ഉണ്ടായി. പാകിസ്ഥാനും സൗദി അറേബ്യയും അവർ തമ്മിൽ അവരങ്ങ് യോജിച്ചു. അതിനകത്ത് ഇപ്പോൾ ടർക്കി വരുന്നു, പിന്നെ ഒമാൻ വരുന്നു, മറ്റുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ. ഇന്ത്യയാണത് ബേസിക്കലി വെച്ചിരുന്നത്. കാരണം അവിടെ ഒരു മുസ്ലിം രാജ്യം അതിൻ്റെ അകത്ത് കയറി പ്രശ്നമുണ്ടാക്കുന്ന ഇന്ത്യ പോലൊരു ന്യൂട്രൽ രാജ്യം ഈ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി കൺസേണുമായിട്ട് വരുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പണം പേ ചെയ്യും. അതുപോലെ ഇന്ത്യൻ പട്ടാളക്കാർക്ക് ഒരു വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് പോയി. ഇതൊക്കെ ഞാൻ വളരെ ഇൻറ്റേർണലി അറിഞ്ഞ കാര്യമാണ്. ഇവിടെയാണ് ഞാൻ ഫൈനലി വരുന്ന ഈ ടോപ്പിക്കിലോട്ടാണ്. ഈ ബംഗ്ലാദേശിൽ അവസാനം ഉണ്ടായ സിനാരിയോ എന്ന് പറയുന്നത്, ഇന്ത്യയെ കൊണ്ടത് ഫെയിലിയറായി, പ്രോപ്പറായിട്ട് നടത്താൻ പറ്റിയില്ല. കാരണം ബംഗ്ലാദേശുമായിട്ടും അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായിട്ടും മോശമായ റിലേഷൻഷിപ്പായി. അവർ ഇന്ത്യയുടെ എല്ലാ വിസ പോലും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് സ്ഥിതി. അവസാനം അമേരിക്ക അത് നേരിട്ട് കയറി ഇടപെട്ട് അവർക്ക് ടാരിഫ് 0 കൊടുത്തു, ഇന്ത്യക്ക് 18 കൊടുത്തു. കാരണം അവർ നേരിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പിലോട്ട്, കാരണം ഇന്ത്യയെ ഏൽപ്പിച്ച് അത് കുളവാക്കി. കാരണം അതിനകത്ത് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മോദി ഗവൺമെൻറ്റിൻ്റെ, അതായത് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ലാതായിപ്പോയി. കാരണം ഇതെങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അത് ഇൻ്റലിജൻസ് ഫെയിലിയർ തന്നെയാണ് ഗ്ലോബലായിട്ട്. ആ ഫെയിലിയറായതിൻ്റെ ഭാഗം തന്നെയാണ് ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ ശത്രുവാകുന്നത്. ഒരു ക്രിക്കറ്റ് മാച്ച് അതിൽ പ്രശ്നം തന്നെയാണ് ഡിപ്ലോമസിയിൽ. ഇത്രമാത്രം ഇന്ത്യക്കകത്ത് പ്രശ്നം ബംഗ്ലാദേശികളെ പറ്റി ഉണ്ടായി, ഇത്രമാത്രം ബംഗ്ലാദേശികൾ ഇന്ത്യക്കകത്ത് ഉണ്ടായെന്ന് മനസ്സിലാക്കണം.